വിനോദ് ബലിയ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിന് 4 ആൺമക്കളും പിന്നെ ഭാര്യ ഊർമിളയും ഉണ്ടായിരുന്നു. അഭയായിരുന്നു ഇളയവനും ഒരുപാട് നിഷ്കളങ്കനും. അതെ, അഭയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. അങ്ങനെയൊന്നുമില്ല, ഞാനും അതിനെക്കുറിച്ചാ ചിന്തിക്കുന്നത്. 3 പേരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഒരു കല്യാണമെങ്കിലും കഴിപ്പിക്കൂ. ഇതിലൂടെ ചിലപ്പോൾ അവന്റെ ഭാവിയും നന്നാകും. ഒരു ദിവസം ദേഷ്യത്തിൽ അഭയുടെ വലിയേട്ടൻ അഭയെ വഴക്ക് പറഞ്ഞ് കൃഷിനിലത്തിലേക്ക് കൊണ്ടുപോയി. അവനെ കൊണ്ട് അവിടെ നന്നായി ജോലി ചെയ്യിപ്പിച്ചു. ഇതിലൂടെ അവന് വയ്യാണ്ടുമായി. അച്ഛാ, ഞങ്ങൾക്കിനി ഇവനെ ഒന്നും നോക്കാൻ വയ്യ. ഇങ്ങനെ അസുഖങ്ങൾ പിടിപെടാൻ വേണ്ടി ഇവൻ ദിവസവും എവിടെ പോകുന്നെന്നേ അറിയില്ല. മരുമോളെ, നീ എന്താ ഈ പറയുന്നത്? അഭയ അവന്റെ ചേട്ടന്മാർ പറഞ്ഞതുപോലെ വയലിൽ പണി ചെയ്തു. നിങ്ങൾ അവനെ നോക്കിയില്ലെങ്കിൽ വേറെ ആര് നോക്കാനാ? അമ്മേ, ഇവൻ എന്ത് ജോലിയാ ചെയ്യുന്നെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പാവം തോന്നുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ നോക്കൂ. അതെ അമ്മേ, ഞങ്ങൾക്കിതിനൊന്നും പറ്റില്ല. വീട്ടിലെ ഈ അവസ്ഥ കണ്ട് വിനോദ് അഭയ്ക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ഒരു ഗ്രാമത്തിൽ ഗുഡിയ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. ആ പെൺകുട്ടിയോടൊപ്പം അഭയ്ക്ക് കല്യാണവും നിശ്ചയമായി. അച്ഛാ, എന്നെ എന്തിനാ അത്രയും ദൂരം പറഞ്ഞയക്കുന്നത്? ഞാൻ പോയാൽ അച്ഛനെ ആര് നോക്കും? നോക്കുമോളെ, നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഒരു നല്ല വീട്ടിലേക്ക് ആലോചന നടത്തി വന്നിട്ടുണ്ട്. പയ്യൻ നല്ല മര്യാദക്കാരനും നല്ല സ്വഭാവമുള്ളവനാണ്. ശരി, അച്ഛന്റെ ഇഷ്ടം പോലെ അച്ഛാ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഗുഡിയയുടെ കല്യാണവും അഭയോടൊപ്പം നടന്നു. ഗുഡിയ അമ്മായിയമ്മ വീട്ടിൽ പോയി നന്നായി പെരുമാറി. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അവർ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഒരു ദിവസം, നോക്കൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നിങ്ങളുടെ ചേട്ടന്മാർ നിങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു. ഇല്ല ഗുഡിയെ, ഇതെന്റെ ചേട്ടന് ഒരുപാട് ഇഷ്ടമാ. അവരിൽ നിന്നും പിരിഞ്ഞുപോയി ഞാൻ ജോലി നോക്കില്ല. എനിക്ക് കൃഷിയല്ലാതെ വേറെ ഒരു ജോലിയും അറിയില്ല. അഭയ് ഇങ്ങനെ പറഞ്ഞതും ഗുഡിയ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ വെള്ളപ്പൊക്കവും വന്നു. ഇത് കാരണം അവർക്ക് കൃഷിപ്പണി ചെയ്യാനേ പറ്റിയില്ല. അങ്ങനെ 3 ചേട്ടന്മാരും വേറെ ജോലി അന്വേഷിച്ചു പോയി. അച്ഛാ, അഭയോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയൂ. ജീവിതം മുഴുവനും അവനെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. നീ ഒന്നോർത്തും വിഷമിക്കണ്ട മോളെ, അവന് വേണ്ടി ഞാനിവിടെയുണ്ട്. അയ്യോ ചേച്ചി, ഇദ്ദേഹത്തിനോട് എന്തിനാ പറയുന്നേ? ഇദ്ദേഹം തന്നെ വെറുതെ ഇരുന്ന് കഴിക്കുന്ന ഒരാളാ. ഇദ്ദേഹം എന്ത് പറയാനാ? ഇതെല്ലാം കേട്ട് ഗുഡിയ ഒരുപാട് വിഷമിച്ചു. അവൾ അവളുടെ മുറിയിൽ പോയി ഒരുപാട് കരഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അവൾ തന്റെ അമ്മായിയച്ഛനോട് ഒരു അനുവാദം ചോദിച്ചു. അച്ഛാ, ഞാൻ ഇദ്ദേഹത്തെയും കൂട്ടി എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകട്ടെ? അവിടെയുള്ള ഞങ്ങളുടെ നിലത്തിൽ കൃഷി ചെയ്ത് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾ അത് ചെയ്യൂ. അടുത്ത ദിവസം അഭയോട് സംസാരിച്ച് ഗുഡിയ അഭയോടൊപ്പം തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അഭയ് കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങി. ആ കൃഷിനിലത്തിൽ ഉരുളക്കിഴങ്ങ് നന്നായി വിളയുമായിരുന്നു. ഈ സ്ഥലത്തിൽ ഉരുളക്കിഴങ്ങ് നന്നായി വിളയും. അപ്പോൾ നിങ്ങൾ അത് തന്നെ വിളവെടുക്കൂ. ഞാനും നിങ്ങളെ സഹായിക്കാം. മാർക്കറ്റിൽ ഉരുളക്കിഴങ്ങിന് നല്ല വിലയാണ്. അഭയ് ഉരുളക്കിഴങ്ങ് തന്നെ കുഴിച്ചിട്ടു. 2 മാസത്തിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായി കിളിർത്തു വരാൻ തുടങ്ങി. എന്നാൽ ആ സമയം ആ ഗ്രാമം മുഴുവനും ഉരുളക്കിഴങ്ങ് നന്നായി വിളവെടുത്തു. ഇത് കാരണം മാർക്കറ്റിൽ ഉരുളക്കിഴങ്ങിന്റെ വില ഒരുപാട് കുറഞ്ഞു. ഗുഡിയെ, ഇങ്ങനെയായല്ലോ. നമ്മുടെ അധ്വാനം എല്ലാം പാഴായിപ്പോയി. നമ്മൾ ഇറക്കിയ പണമെല്ലാം വെള്ളത്തിൽ വീണതുപോലെ ആയല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം. അവിടെ ഉണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിന്റെ ചാക്കിൽ നിന്നും ഒരു ഉരുളക്കിഴങ്ങ് ഉരുണ്ട് ഗുഡിയയുടെ കാലിന്റെ അടുത്ത് വന്നു. അത് കണ്ട് ഗുഡിയ ഷോക്കായി പോയി. അപ്പോഴാണ് അവൾക്ക് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് ഒരു ഐഡിയ വന്നത്. ഗുഡിയ ഒരുപാട് ഉരുളക്കിഴങ്ങ് ഫ്രൈസ് ഉണ്ടാക്കി. അത് കഴിക്കാൻ അച്ഛനും അഭയ്ക്കും അവൾ കൊടുത്തു. അത് അവർ ഒരുപാട് സന്തോഷത്തോടെ കഴിച്ച് ഇങ്ങനെ പറഞ്ഞു, സത്യമായിട്ടും ഈ ഫ്രൈസിന് നല്ല രുചിയുണ്ട്. അന്ന് വൈകുന്നേരം ഗുഡിയ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വാങ്ങാൻ പോയി. അവിടെ ഒരു സ്റ്റോളിൽ ആരോ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്നത് അവൾ കണ്ടു. ആ സ്ഥലത്തിലേക്ക് പോകാൻ ധനികരുടെ വീട്ടിലെ പെൺകുട്ടികൾ ഒരുപാട് നാണിച്ചിരുന്നു. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പോവുക. ഗുഡിയയും അഭയും കുറച്ച് കടം വാങ്ങി ഒരു ചെറിയ റെസ്റ്റോറന്റും തുറന്നു. ഗുഡിയ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനും തുടങ്ങി. ആ സ്ഥലത്തിലേക്ക് ധനികരുടെ വീട്ടിലെ പെൺകുട്ടികളും ഫാമിലീസും വരാൻ തുടങ്ങി. നിങ്ങളുടെ ഫ്രൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഞങ്ങൾ ഒരുപാട് പേടിച്ചിരുന്നു.
ഇതെല്ലാം കേട്ട് ഗുഡിയയ്ക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ചു ദിവസം വരെ അവൾ തനിയെ ഫ്രൈസ് ഉണ്ടാക്കി. എല്ലാ ഫ്രൈസും വിറ്റുപോയിരുന്നു. ഇപ്പോൾ ഫ്രൈസിന്റെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഗുഡിയയ്ക്ക് തന്നെ പണിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടായി. അപ്പോഴാണ് അയ്യോ പാപം, അവളെ നിങ്ങൾ സഹായിക്കൂ. ഉറപ്പായും. രാത്രിയായതും ഗുഡിയ തന്റെ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. ഗുഡിയയ്ക്ക് വീട്ടുജോലികൾ കാരണം റെസ്റ്റോറന്റിലേക്ക് വരാൻ കുറച്ച് ലേറ്റായി. മറുവശത്ത് കടയിൽ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ കട്ട് ചെയ്ത അവസ്ഥയിലേക്ക് മാറി. ഗുഡിയ കടയിലേക്ക് വന്നതും ഇത് കണ്ട് ഒരുപാട് ഷോക്കായി പോയി. അയ്യോ, ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ടായിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം കട്ട് ചെയ്തതായിരിക്കും. അത് മാന്ത്രിക ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് ഫ്രൈ ആയി അവിടെ ഉണ്ടായിരുന്ന സെർവിംഗ് പ്ലേറ്റ്സിലും പോയി. അപ്പോൾ ഗുഡിയ അത് ഉടനെ കസ്റ്റമേഴ്സിനും കൊടുത്തു. ഇങ്ങനെ തന്നെ കുറെ ദിവസം വരെ സംഭവിച്ചു. ശേഷം ഗുഡിയയുടെ ഈ മാന്ത്രിക ഫ്രൈസ് നാട് മുഴുവനും ഫേമസ് ആയി. ഇത് കാരണം നാട്ടിലെ ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചും ഓപ്പൺ ചെയ്തു. ഒരുപാട് ബ്രാഞ്ച് തുടങ്ങിയതുകൊണ്ട് ബിസിനസ് ഗുഡിയയും അഭയും ഒരുമിച്ച് കൊണ്ടുപോയി. പിന്നെ ആ നാട്ടിലുണ്ടായിരുന്ന പലരെയും അവർ ജോലിക്കും എടുത്തു. ഇപ്പോൾ അഭയുടെ ചേട്ടന്മാരും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി. അവർ വന്ന് അഭയോട് മാപ്പും ചോദിച്ചു. അഭയ് അങ്ങനെ അവരെയും ജോലിക്കെടുത്തു. കസ്റ്റമേഴ്സിന് എപ്പോഴെങ്കിലും ഫ്രൈസ് കിട്ടാതെ പോയാൽ മാന്ത്രിക ഫ്രൈസ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പറന്നു പോകും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും കസ്റ്റമർ അറിയുന്നതേയില്ല. ഗുഡിയെ, ഇന്ന് ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. ഇല്ലെന്നേ, ഇത് നിങ്ങളുടെയും കഷ്ടപ്പാടാണ്. ഉത്തരാഖണ്ഡിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ബിർജു തന്റെ അമ്മയോടൊപ്പവും ഭാര്യ ലതയോടൊപ്പം ജീവിച്ചു വന്നു. ബിർജു ഒരു സത്യസന്ധനായ കഠിനാധ്വാനിയായിരുന്നു. അവൻ തന്റെ കുടുംബത്തെ വളരെ നന്നായി നോക്കിയിരുന്നു. ബിർജു തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനുകളിൽ സമൂസ വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ബിർജുവിന്റെ ഭാര്യ ലത ബിർജുവിന് സമൂസയും ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം അതിരാവിലെ ബിർജു സമൂസയും എടുത്ത് ട്രെയിനിലേക്ക് കയറി. സമൂസേ സമൂസ സമൂസേ, നല്ല ചൂട് സമൂസേ സമൂസേ, നല്ല ചൂടുള്ള സമൂസ, രുചിയുള്ള സമൂസ, സമൂസ സമൂസ. സാർ, സമൂസ എടുക്കട്ടെ? നല്ല ചൂടുണ്ട്. വേണ്ട, ഞാൻ സമൂസ കഴിക്കാറില്ല. ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഡയറ്റോ എന്ന് വെച്ചാൽ എന്താ? അത് ഏത് സ്റ്റേഷനാണ്? എടോ അല്ല, അത് സ്റ്റേഷന്റെ ഒന്നും പേരല്ല. ഒരാൾ അയാളുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് കരുതിയാൽ അപ്പോൾ അയാൾ ഡയറ്റ് എടുക്കണം. ഡയറ്റ് എടുക്കുമ്പോൾ അയാൾ കുറച്ചേ കഴിക്കൂ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ദിവസവും ഡയറ്റിലാണല്ലോ. കസ്റ്റമേഴ്സിനെല്ലാം സമൂസ വിറ്റതിന് ശേഷം ഇപ്പോൾ ബിർജുവിന്റെ കയ്യിൽ കുറച്ച് സമൂസയെ ബാക്കി വന്നുള്ളൂ. സമയം വൈകുന്നേരവുമായി. ബിർജു ഒരാളോട് ഇങ്ങനെ പറഞ്ഞു നിന്നു. സാർ, ഒരു സമൂസ വാങ്ങിക്കൂടെ? കുറച്ചേ ബാക്കിയുള്ളൂ. അയ്യോ വേണ്ടടോ, എന്റെ കയ്യിൽ കഴിക്കാൻ സാൻഡ്വിച്ച് ഉണ്ട്. ഞാൻ അത് തന്നെ കഴിച്ചോളാം. സാൻഡ്വിച്ചോ എന്ന് വെച്ചാൽ എന്താ? വെളിയിലത്തെ ഭക്ഷണം ഇഷ്ടമല്ലാത്തവർക്ക് അവരൊക്കെ ഇതാ കഴിക്കുന്നത്. ഇതാ, താനും കഴിച്ചു നോക്ക്. ആ പാസഞ്ചർ ബിർജുവിന് ഒരു സാൻഡ്വിച്ച് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞ് ബിർജു ഇങ്ങനെ പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഇനി ഞാൻ സാൻഡ്വിച്ച് കച്ചവടവും തുടങ്ങാം. സമൂസയോടൊപ്പം സാൻഡ്വിച്ചും, രണ്ടും ഞാൻ കച്ചവടം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ബിർജു വീട്ടിലേക്ക് പോയി. അവിടെ തന്റെ അമ്മയോടും ഭാര്യയോടും നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളിനി സമൂസയോടൊപ്പം സാൻഡ്വിച്ചും വിൽക്കാം. അതിലൂടെ ജനങ്ങളുടെ ആരോഗ്യവും നന്നാകും, നമുക്കും നല്ല ലാഭം കിട്ടും. ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ആ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കും? പിന്നെ അതിലൂടെ നമുക്ക് നഷ്ടമെന്തെങ്കിലും വന്നാൽ? ലത പറഞ്ഞത് ശരിയാണ്. ബിർജു മോനെ, നീയൊരു കാര്യം ചെയ്യേ. കുറച്ചു നാൾ വരെ സമൂസയ്ക്ക് പകരം സാൻഡ്വിച്ച് മാത്രം വിറ്റുനോക്ക്. നമ്മുടെ കച്ചവടം ചിലപ്പോൾ നന്നായി കൂടും. ഞാൻ നാളെ മുതൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. വീട്ടിലുള്ളവർ പറഞ്ഞതുപോലെ ബിർജുവും ചെയ്തു. അപ്പോൾ സമൂസയ്ക്ക് പകരം അയാൾ സാൻഡ്വിച്ച് എടുത്തുകൊണ്ടുപോയി ട്രെയിനിൽ വിൽക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് അയാൾ കുറച്ചേ സമ്പാദിച്ചുള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോയതും പകുതിയേക്കാൾ കുറച്ച് സാൻഡ്വിച്ച് വിറ്റുപോയത് കണ്ട് അയാളുടെ അമ്മ ഇങ്ങനെ ചോദിച്ചു. വിഷമിക്കണ്ട ബിർജു, ഇത് നിന്റെ ആദ്യത്തെ ദിവസമല്ലേ. നാളെ വീണ്ടും പോ. നിനക്ക് നാളെ നല്ല കച്ചവടം നടക്കും. നാളത്തേക്കിന് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പലതരത്തിലുള്ള സമൂസകൾ വിറ്റോ അതേപോലെ നാളെ മുതൽ പലതരത്തിലുള്ള സാൻഡ്വിച്ച് വിൽക്കാം. പുതിയ രീതിയിലോ? അത് എങ്ങനെ? നീ എന്താ പറയുന്നത്? നാളെ മല പോലുള്ള സാൻഡ്വിച്ച് ചെയ്യാം. മല പോലുള്ള സാൻഡ്വിച്ച് എത്ര വലുതായിരിക്കുമെന്നാൽ അതൊരു കുടുംബത്തിന് മുഴുവനും കഴിക്കാം. അതാണ് ഈ സാൻഡ്വിച്ചിന്റെ സ്പെഷ്യാലിറ്റി. എന്നാൽ മരുമകളെ, അതിന്റെ ചിലവ് എങ്ങനെ നമ്മൾ വഹിക്കും?
മല പോലുള്ള സാൻഡ്വിച്ചിന് വേണ്ടി നമുക്ക് വീണ്ടും കുറേ ചിലവാകില്ലേ? പിന്നെ കച്ചവടം നടന്നില്ലെങ്കിൽ നമ്മുടെ പണമെല്ലാം പാഴായി പോകും. നമ്മളിത് ചെയ്തേ പറ്റൂ അമ്മേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാവരും സമ്മതിച്ചപ്പോൾ ലത മല പോലെയുള്ള സാൻഡ്വിച്ച് ചെയ്തു. അടുത്ത ദിവസം ബിർജു മല പോലെയുള്ള സാൻഡ്വിച്ചുള്ള ഒരു കുട്ടയും എടുത്ത് അത് ട്രെയിനിൽ വിറ്റഴിക്കാൻ സ്റ്റേഷനിലേക്ക് പോയി. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച് കഴിച്ചാൽ നിങ്ങൾ സന്തോഷവാന്മാരാകും. കഴിക്കാത്തവർ ഒരുപാട് സങ്കടവും പെടും. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച്. ബിർജുവിന്റെ എല്ലാ മല പോലെയുള്ള സാൻഡ്വിച്ചും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിറ്റുപോയി. അയാൾ വീട്ടിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ലതയാണെന്ന് ബിർജുവിന്റെ അമ്മ ലതയെ പുകഴ്ത്തി. മോളെ, നിന്റെ പദ്ധതി വളരെ നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. നന്ദിയുണ്ടമ്മേ. ഇത് എന്റെ കടമയല്ലമ്മേ. കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ബിർജുവിന്റെ മല പോലെയുള്ള സാൻഡ്വിച്ച് ഒരുപാട് ഫേമസ് ആയി. ഒരുപാട് തവണയും ആ സാൻഡ്വിച്ച് ബിർജു ട്രെയിനിൽ കയറുന്നതിന് മുൻപ് തന്നെ സ്റ്റേഷനിൽ വെച്ച് തന്നെ വിറ്റുപോയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ബിർജുവിന് ആക്സിഡന്റ് ആയി. ഡോക്ടർ ബിർജുവിനോട് 6 മാസം വരെ ബെഡ് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. അമ്മയും ലതയും രണ്ടുപേരും അസ്വസ്ഥരായി. 6 മാസം വരെ ബെഡ് റെസ്റ്റ് എന്ന് കേട്ടതും ബിർജുവിനും ലതയ്ക്കും തലയിൽ ഇടുത്തി വീണതുപോലെയുമായി. നിങ്ങൾ 6 മാസം വരെ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ നടുവിന് നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ റിസ്ക് വീണ്ടും കൂടും. നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാ. പിന്നെ ഈ മെഡിസിനും കഴിക്കണം. അപ്പോഴാണ് ലതയും അമ്മയും ബിർജുവിനോട് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ എത്ര വലിയ പ്രശ്നമാ ഉണ്ടായത്. ബിർജുമോനെ, നിനക്കിനി ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഇതൊരു സാഹചര്യമാക്കി നമ്മുടെ അയൽവാസിയായ കിരോടിമൽ മല പോലുള്ള സാൻഡ്വിച്ച് വിൽക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് തന്നെ ഒരുപാട് കാശ് ചിലവായി. അങ്ങനെ ബിർജുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ഹോസ്പിറ്റലിലേക്കും വന്നു. അയാളെ കണ്ടതും ബിർജു ഇങ്ങനെയുള്ള അവസ്ഥയിലും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, കുഴപ്പമില്ല, വെപ്രാളപ്പെടണ്ട. എന്തുപറ്റി ബിർജു? തനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു. തന്നെ നേരത്തെ കാണേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ സാർ, ദൈവം എന്നെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ജീവൻ കാണില്ലായിരുന്നു. എടോ, നല്ലതായി ചിന്തിക്ക്, നല്ലതേ സംഭവിക്കൂ. ഞാൻ തന്റെ ആ മല പോലുള്ള സാൻഡ്വിച്ച് ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ 3 പെൺമക്കളും താൻ വിൽക്കുന്ന സാൻഡ്വിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുമായിരുന്നു. ഞാനും കേട്ടോ. ബിർജു അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മരുന്നുമെടുത്ത് ലതയും അമ്മയും വന്നത്. ലതയുടെയും അമ്മയുടെയും വിഷമിച്ച മുഖം കണ്ടതും അവർക്ക് പണത്തിന് പ്രശ്നമുണ്ടെന്ന് സ്റ്റേഷൻ മാസ്റ്ററിന് മനസ്സിലായി. വാ ലതേ, വാ. അമ്മേ, ലതേ, ഇത് ആരാണെന്നറിയാമോ? ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലേ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്റർ. ഞങ്ങൾ കച്ചവടം തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ മകനെ കാണാൻ വന്നതാണോ? വന്നതാണെങ്കിൽ ഒരുപാട് നന്ദി. ഇതിൽ താങ്ക്സ് ഒക്കെ പറയാൻ എന്താ ഉള്ളത്? ഞാൻ ബിർജുവിന് വേണ്ടി ഒരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വാർത്തയോ? ആ നല്ല വാർത്ത എന്തെന്നാൽ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബുക്ക് സ്റ്റോൾ ഒരുപാട് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ബുക്ക് സ്റ്റോൾ ഇട്ടിരുന്നില്ലേ, അയാൾ വേറെ വലിയ സ്റ്റേഷനിലേക്ക് മാറി. തനിക്കും തന്റെ ഫാമിലിക്കും ഓക്കെ ആണെങ്കിൽ ആ ഷോപ്പ് നിങ്ങൾ വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്തോളൂ. അവിടെ തന്നെ നിങ്ങൾ ആ മല പോലെയുള്ള സാൻഡ്വിച്ച് കച്ചവടവും ചെയ്യൂ. അഴുക്കായ സാൻഡ്വിച്ച് കഴിച്ച് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് കേട്ടതും അവരുടെ എല്ലാവരുടെയും സന്തോഷത്തിന് അളവില്ലാതെയായി. ബിർജുവും ലതയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. താങ്കൾ ചെയ്യുന്ന ഈ സഹായത്തിന് താങ്കൾക്ക് ഒരുപാട് നന്ദി. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളതുവരെ അമ്മയും ലതയും കച്ചവടം ചെയ്യും. എനിക്കെപ്പോൾ ഭേദമാകുന്നോ അപ്പോൾ ഞാൻ തന്നെ കടയിലേക്ക് വന്ന് കച്ചവടം നല്ല രീതിയിൽ നോക്കാം. കട തുറക്കുന്നതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വരുമാനവും കൂടും. നല്ല കാര്യത്തിന് എന്തിനാ താമസിക്കുന്നത്? ഞങ്ങൾ വേഗം കട തുറക്കാം. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ബിർജു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു കട വാടകയ്ക്ക് എടുത്തു. ലതയും അമ്മയും അവിടെ മല പോലുള്ള സാൻഡ്വിച്ചിന്റെ കച്ചവടവും തുടങ്ങി. ഇപ്പോൾ കിരോടിമല്ലിന്റെ മല പോലുള്ള സാൻഡ്വിച്ച് ആരും വാങ്ങില്ല. കച്ചവടവും നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അവർ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വാടകയും കൊടുത്തു. പിന്നെ അമ്മ സ്റ്റേഷൻ മാസ്റ്ററോട് നന്ദിയും പറഞ്ഞു. ബിർജുവിന്റെ ആരോഗ്യനിലയും ഇപ്പോൾ ശരിയായി. അസുഖം ഭേദമായതും ബിർജു സ്റ്റേഷനിലുള്ള കടയിലിരുന്ന് സന്തോഷത്തോടെ മല പോലുള്ള സാൻഡ്വിച്ച് വിറ്റു. അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.
നാഗ്പൂർ എന്നൊരു ഗ്രാമത്തിൽ പിങ്കി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. അവൾ ഗ്രാമത്തിലെ ഒരു സ്കൂളിന്റെ വെളിയിൽ കച്ചോടി ബർഗർ വിറ്റിരുന്നു. ചൂടുള്ള കജോടി ബർഗർ വാങ്ങിക്കൂ. ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും. വരൂ വരൂ, നല്ല ചൂടുള്ള കജോടി ബർഗർ കഴിക്കൂ. സ്കൂൾ വിടുന്നതും കുട്ടികൾ എല്ലാവരും അവളുടെ സ്റ്റോളിൽ നിന്നും കച്ചോടി ബർഗർ വാങ്ങിക്കഴിച്ചുകൊണ്ടേയിരുന്നു. പിങ്കി, എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ താ. ഇതേപോലെ എല്ലാ കുട്ടികളും ഒരുപാട് സന്തോഷത്തോടെ കജോടി ബർഗർ കഴിക്കുമായിരുന്നു. ഇവർ മാത്രമല്ലാതെ ആ ഗ്രാമജനങ്ങളും വന്ന് കഴിക്കുമായിരുന്നു. പിങ്കി, ഒരു പ്ലേറ്റ് കച്ചോടി ബർഗർ എനിക്ക് പാർസൽ ചെയ്തു തരൂ. പിങ്കി, 2 പ്ലേറ്റ് കച്ചോടി ബർഗർ താ. നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ കച്ചോടി ബർഗർ കഴിച്ചാൽ തന്നെ ചിന്തിക്കുമ്പോൾ നാക്കിൽ നിന്ന് വെള്ളം വരുന്നു. ഒരുപാട് നന്ദി. അതേ സ്കൂളിന്റെ വെളിയിൽ രേഖയും പിന്നെ അനിയത്തി ശിഖയും കജോടി വിൽക്കുമായിരുന്നു. എന്നാൽ അവരുടെ കച്ചവടം നല്ലതുപോലെ പോകാത്തതുകൊണ്ട് പിങ്കിയെ കണ്ട് അസൂയപ്പെട്ടിരുന്നു. ആ സ്റ്റോളിന്റെ അടുത്ത് നോക്ക്, എന്തോരം കൂട്ടമാണ്. എല്ലാവരും അവളുടെ സ്റ്റോളിലേക്കാ പോകുന്നത്. അതെ ചേച്ചി, രാവിലെ മുതൽ നമ്മുടെ കയ്യിൽ നിന്നും കജോടി ആരും വാങ്ങുന്നില്ല. നമ്മുടെ കച്ചവടം കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിങ്കി കജോടി ബർഗർ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നതും തന്റെ അസുഖം വന്ന അമ്മയും ശുശ്രൂഷിക്കുമായിരുന്നു. അമ്മേ, അമ്മയ്ക്കറിയാമോ, എല്ലാവരും എന്റെ കജോടി ബർഗർ കഴിച്ച് എന്നെ പുകഴ്ത്തി. എന്റെ എല്ലാ കജോടി ബർഗറും വിറ്റുപോയി അമ്മേ. വളരെ നല്ല കാര്യം മോളെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ തന്നെ നിന്റെ കച്ചവടം പോകട്ടെ. കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് പിങ്കി അവരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് കാരണം അവൾക്ക് കജോടി ബർഗർ സ്റ്റോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു അവസരമായി കണക്കാക്കി രേഖ എല്ലാവരെയും തന്നിൽ ആകർഷിച്ചു. വരൂ വരൂ, എന്റെ കജോടി ബർഗർ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും. രേഖ ചേച്ചി, എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ തരൂ. ഇതാ തരാം, അവിടെ ഒന്ന് നിൽക്ക്. അവളുടെ കച്ചോടി ബർഗർ കഴിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. ഇതിനെയാണോ നിങ്ങൾ കജോടി ബർഗർ എന്ന് പറയുന്നത്? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറ് കേടാകും. നിങ്ങൾക്ക് പിങ്കി ചേച്ചി ചെയ്യുന്നത് പോലെ ഉണ്ടാക്കാൻ അറിയില്ല. രേഖ ഉണ്ടാക്കിയിരുന്ന കജോടി ബർഗർ ആർക്കും ഇഷ്ടമായില്ല. പിങ്കിയുടെ അമ്മയ്ക്കും ഭേദമായി അവർ തിരിച്ചും എത്തി. ശേഷം പിങ്കി എന്നത്തെയും പോലെ കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി പോയി. ചൂടുള്ള കജോടി ബർഗർ വാങ്ങൂ. കുട്ടികൾ പിങ്കിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കജോടി ബർഗറാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് വേഗം കജോടി ബർഗർ ഉണ്ടാക്കി തരൂ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും അവിടേക്ക് കജോടി ബർഗർ കഴിക്കാൻ വേണ്ടി വന്നു. ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ പറഞ്ഞു. അവിടോട്ടൊന്ന് നോക്ക്, ഞാനുണ്ടാക്കിയ കജോടി ബർഗർ ആരും തന്നെ കഴിച്ചില്ല. എന്നാൽ പിങ്കി വന്നതും അവളുടെ സ്റ്റോളിലെ കൂട്ടം കണ്ടോ? ഇവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. പിങ്കിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ ഒരു പ്ലാനും ഇട്ടു. തക്ക സമയം നോക്കി അവൾ പിങ്കിയുടെ കജോടി ബർഗറിൽ ഒരു മരുന്നും കലർത്തി. ഇത് കഴിച്ചതും കസ്റ്റമേഴ്സിന് വയറുവേദനയും വന്നു. അയ്യോ, എന്താ ഇത്? പിങ്കിയുടെ കച്ചോടി ബർഗർ കഴിച്ചതും വയറുവേദനിക്കുന്നല്ലോ. അയ്യോ അതെ, നിങ്ങൾ ശരിയായി പറഞ്ഞു. എനിക്കും വയറുവേദനിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി ഓടിയേ പറ്റൂ. അതെ, ഇവളെയും ഓടിക്കണം. ഇവളുടെ കച്ചോടി ബർഗർ കഴിച്ച് കുട്ടികൾക്ക് രോഗം വല്ലതും വന്നാൽ. പിങ്കിയെ ഗ്രാമജനങ്ങൾ എല്ലാവരും അവിടെ നിന്നും ഓടിച്ചു വിട്ടു. അവൾ കരഞ്ഞു തന്റെ ഉന്തുവണ്ടിയുമായി അവിടെ നിന്നും പോയി. ഇത് കണ്ടപ്പോൾ രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം. അവള് വന്നേക്കുന്നു കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി. പിങ്കി അവിടെ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് കരയുകയായിരുന്നു. എന്റെ അമ്മയെ ഇനി ഞാൻ എങ്ങനെ ചികിത്സിക്കും? ഇന്നെന്റെ കജോടി ബർഗർ ഒന്നും വിറ്റില്ല. ഞാൻ ഈ കജോടി ബർഗറിൽ ഒന്നും ഇട്ടില്ലല്ലോ. ഒരു വയസ്സായ വൃദ്ധൻ പിങ്കിയുടെ ഉന്തുവണ്ടി കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു. മോളെ, എനിക്കൊരു കച്ചോറി ബർഗർ തരാമോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇല്ല അങ്കിൾ, എനിക്ക് ഈ കജോടി ബർഗർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ കജോടി ബർഗറിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് മോളെ? എനിക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാ. വേണ്ട അങ്കിൾ, നിങ്ങൾ ഈ കജോടി ബർഗർ കഴിക്കണ്ട. എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. ഇതാ, വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളൂ. ആ വയസ്സായ വൃദ്ധന് പിങ്കിയുടെ ഈ പെരുമാറ്റം ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം ആ കച്ചോടി ബർഗറിനെ നോക്കി തന്റെ കൈയും പൊക്കി. അപ്പോൾ കയ്യിൽ നിന്നും എന്തോ പ്രകാശവും വന്നു. അദ്ദേഹം എന്തോ ഒരു മന്ത്രം പറഞ്ഞ് അവിടെ നിന്നും പോയി. ഈ കാര്യങ്ങളൊന്നും പിങ്കി അറിഞ്ഞതേയില്ല. അവൾ വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, എനിക്കിന്ന് കച്ചോടി ബർഗർ വിൽക്കാൻ പറ്റിയില്ല.
എന്റെ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തി. ഇത് കാരണം കഴിച്ചവരുടെ വയറെല്ലാം ചീത്തയായി. അതുകൊണ്ട് എന്നെ അവർ പറഞ്ഞു വിട്ടു. എന്താ, കച്ചോടി ബർഗറിൽ മായം ചേർന്നെന്നോ? എനിക്ക് കുറച്ച് നീ താ. ഇതിലങ്ങനെ എന്ത് കലർത്തിയെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയാം. പിങ്കി ആ കജോടി ബർഗർ തന്റെ അമ്മയ്ക്ക് കൊടുത്തു. പിങ്കിയുടെ അമ്മ ആ കജോടി ബർഗർ കഴിച്ചതും അവരുടെ അസുഖം ഭേദമാകാൻ തുടങ്ങി. നോക്ക്, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ വയറും വേദനിച്ചില്ല, പിന്നെ എന്റെ ശരീരത്തിനും ഒരു കുഴപ്പവുമില്ല. അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണോ? ഇത് എല്ലാം കണ്ട് പിങ്കി വീണ്ടും കജോടി ബർഗർ വിൽക്കാൻ ആ സ്ഥലത്തിലേക്ക് പോയി. പിങ്കി, ഒരു കജോടി ബർഗർ തരൂ. ശരി, ഇതാ തരാം. ആ കസ്റ്റമർ കജോടി ബർഗർ കഴിച്ച ഉടനെ അയാളുടെ വയറുവേദന അപ്പോൾ തന്നെ ഭേദമായി. അപ്പോൾ ആ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, എന്താ ഇത് പിങ്കി? നിന്റെ കച്ചോറി ബർഗർ കഴിച്ചതും എന്റെ വയറുവേദന എല്ലാം ശരിയായി. പിങ്കിയുടെ കയ്യിൽ എന്തോ മാന്ത്രിക കച്ചോടി ഉണ്ടെന്ന്, പിന്നെ അത് കഴിക്കുമ്പോൾ എല്ലാവരുടെയും രോഗം ഭേദമാകുന്നെന്ന് ആ ഗ്രാമം മുഴുവനും അറിഞ്ഞു. ഇത് കേട്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും പിങ്കിയുടെ കയ്യിൽ നിന്നും കച്ചോടി വാങ്ങി കഴിച്ചു. പിങ്കി, പിങ്കി, എനിക്കും ഒരു പ്ലേറ്റ് കച്ചോറി ബർഗർ. നിന്റെ കച്ചോറി ബർഗർ കഴിച്ചിട്ട് എന്റെ നടുവേദന ഒന്ന് ശരിയാക്കട്ടെ. ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ ചിന്തിച്ചു, ഞാനും പോയി ഈ കജോടി ബർഗർ ഒന്ന് കഴിച്ചു നോക്കാം. ചിലപ്പോൾ എന്റെ എന്തെങ്കിലും രോഗം ഭേദമായാലോ. നീ എനിക്കും ഒരു കജോടി ബർഗർ തന്നേ. രേഖ ആ കജോടി ബർഗർ കഴിച്ചതും അവൾക്ക് നന്നായി വയറുവേദന എടുക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ അവൾ ചെയ്ത തെറ്റും മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പിടികിട്ടി. എല്ലാവരും കജോടി ബർഗർ കഴിച്ച് അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി. ഈ കാര്യം പിങ്കിക്ക് മനസ്സിലായതേയില്ല. അതേ വയസ്സായ വൃദ്ധൻ തിരിച്ച് പിങ്കിയുടെ അടുത്ത് വന്ന്, ഇവിടെ നോക്കുമോളെ പിങ്കി, എനിക്ക് 50 കജോറി ബർഗർ തരൂ. അയ്യോ അങ്കിൾ, അത് നിങ്ങൾ തന്നെയല്ലേ അന്ന് എന്റെ കജോടി ബർഗർ കഴിക്കാൻ വന്നില്ലേ? അന്ന് എന്റെ കജോടി ബർഗർ കേടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല. അതെ പിങ്കി, അത് ഞാനാണ്. ഇങ്ങനെ പറഞ്ഞ് ആ വയസ്സായ വൃദ്ധൻ ഒരു ദേവതയായി മാറി. ഇതെന്താ, നിങ്ങൾ ദേവതയായി മാറിയല്ലോ. നിങ്ങൾ ആരാണ്? പിങ്കി, ഞാനാ വൃദ്ധനേ അല്ല, ഞാനൊരു ദേവതയാണ്. നിന്റെ സത്യസന്ധത കണ്ട് ഞാൻ ഒരുപാട് സന്തോഷവതിയായി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കജോടി ബർഗർ മാന്ത്രിക കജോടി ബർഗറാക്കി മാറ്റിയത്. ഈ കജോടി ബർഗർ ഏതെങ്കിലും സത്യസന്ധരായവർ കഴിച്ചാൽ അവർക്കുള്ള എല്ലാ അസുഖങ്ങളും ഭേദമാകും. ഈ കാര്യം കേട്ട് പിങ്കി ഒരുപാട് സന്തോഷപ്പെട്ട് അവരോട് നന്ദിയും പറഞ്ഞു. അവൾ ആ മാന്ത്രിക കജോടി ബർഗറിലൂടെ തന്റെ അമ്മയുടെയും പിന്നെ എല്ലാവരുടെയും അസുഖങ്ങൾ ഭേദമാക്കി.